വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഈ വചന ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കാൽവറിയിലേക്കുള്ള നമ്മുടെ ഈ തീർത്ഥയാത്രയിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പാദപീഠങ്ങളെ പിന്തുടരുന്ന ആ പ്രയാണത്തിൽ നാം ആയിത്തീരേണ്ടത് അവസ്ഥയെക്കുറിച്ച് ഇന്ന് നിങ്ങളോടൊപ്പം അല്പം സമയം ചെലവഴിക്കുവാൻ ഞാൻ പ്രിയം വെക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന മാന്യ പ്രേക്ഷകരെ, നമ്മുടെ ആദ്യ മാതാപിതാക്കളായിരുന്ന ആദാമും ഹൗവായും ദൈവത്തിൻ്റെ കൽപ്പനയെ ലംഘിച്ചു. അനന്തരമായി ഈ ലോകത്തിൽ പാപം കടന്നു വന്നു. ദൈവത്തിന് സ്തോത്രം. അവർക്ക് വസിപ്പാൻ ദൈവം മനോഹരമായ ഒരു തോട്ടം നൽകി. അവർക്ക് അവിടെ എല്ലാവിധ സൗകര്യവും ദൈവം നൽകി. എന്നാൽ തോട്ടത്തിൻ്റെ നടുവിലുള്ള നന്മയും തിന്മയും തിരിച്ചറിയാമായിരുന്ന ആ വൃക്ഷത്തിൻ്റെ ഫലത്തെ തിന്നുന്നതിൽ നിന്നും ദൈവം അവരെ വിലക്കിയിരുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന മാന്യ പ്രേക്ഷകരെ, എന്നാൽ അവർ തിരഞ്ഞെടുത്തിരുന്നത് ദൈവം വിലക്കിയതിനെയായിരുന്നു. അതിൽ നല്ലൊരു പങ്കും സാത്താൻ വഹിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, കാൽവറിയിലേക്കുള്ള നമ്മുടെ തീർത്ഥയാത്രയിൽ നമ്മുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ചു, നാം തിരഞ്ഞെടുക്കേണ്ട വസ്തുതയെക്കുറിച്ച് ഇന്ന് നിങ്ങളോടൊപ്പം അല്പം സമയം ഞാൻ ചെലവഴിക്കുന്നു. തിരഞ്ഞെടുപ്പ് അതെന്തായിരിക്കണം? ചോയ്സ്, വാട്ട് ഷാൽ വി ചൂസ്? എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നിങ്ങളുടെ കരങ്ങളിൽ വിശുദ്ധ വേദപുസ്തകം ഉണ്ടെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1 കൊരിന്ത്യർ 1:27 നാം പഠിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത് ഇപ്രകാരമാണ്: ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ദൈവത്തിന് സ്തോത്രം. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം തിരഞ്ഞെടുത്തത് അജ്ഞാനികളെ ആണ് എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വീണ്ടും ദൈവത്തിൻ്റെ വചനം നാം പഠിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് തന്നെ എഫേസ്യർക്ക് എഴുതിയ ലേഖനം എഫേസ്യർ 1:4, 5, 6 വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇപ്രകാരമാണ്: നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. ദൈവത്തിന് സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, വിശുദ്ധ വേദപുസ്തകം ഇവിടെ പറയുന്നത് നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ നമ്മെ തിരഞ്ഞെടുത്തത് എപ്പോഴാണ്? ലോകസ്ഥാപനത്തിനും മുൻപേ തന്നെ. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ദൈവം ആഗ്രഹിക്കുന്നത് നാം ഓരോരുത്തരും വിശുദ്ധിയോടുകൂടി നിഷ്കളങ്കരായി ജീവിപ്പാനാണ്. ആയതിലേക്കാണ് ദൈവം എന്നെയും നിങ്ങളെയും നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2 തെസ്സലോനിക്കർ 2:13 നാം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത്: ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിൻ്റെ
വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തതുകൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തെ എപ്പോഴും സ്തുതിപ്പാൻ കടംപെട്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസിൻ്റെയും തൻ്റെ സഹ ശുശ്രൂഷകരുടെയും സന്തോഷം എന്തായിരുന്നെന്ന് ചോദിച്ചാൽ, അവർ സുവിശേഷിച്ച് പോന്നിരുന്ന, അവർ പ്രസംഗിച്ച് അവരുടെ പ്രസംഗങ്ങളെ ശ്രവിച്ചുകൊണ്ടിരുന്നവരുടെ വിശ്വാസത്തിലും രക്ഷയ്ക്കുമായി അവരെ തിരഞ്ഞെടുക്കുവാൻ തക്കം അവരുടെ പ്രബോധനത്തെ സഹായിച്ചതിനാലാണ്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ തിരഞ്ഞെടുപ്പ് ദൈവത്തിലാണോ? ദൈവത്തിൽ നാം തിരഞ്ഞെടുത്തതുകൊണ്ട് നമ്മെ സുവിശേഷം അറിയിച്ചിരിക്കുന്നവർക്ക് പ്രശംസിക്കാനോ അല്ലെങ്കിൽ സന്തോഷിപ്പാനോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നാം ഇപ്പോൾ ചിന്തിക്കേണ്ടതാണ്. മത്തായി എഴുതിയ സുവിശേഷ പുസ്തകം നാം അതിൻ്റെ 22-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത്, വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. അതേ പ്രിയമുള്ളവരെ, വിളിക്കപ്പെട്ടവർ അനേകരായിരിക്കാം, എങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ വളരെ ചുരുക്കം തന്നെ. ദൈവം നമ്മെ പല ദൗത്യം, തന്നെ ശുശ്രൂഷിപ്പാൻ പല മാർഗങ്ങൾ ഉപദേശിച്ച് നൽകിയിട്ടുണ്ട്. എന്നാൽ ആ മാർഗങ്ങളിൽ നമ്മെ ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റുന്നതിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ വളരെ വിരളം, വളരെ ചുരുക്കം മാത്രമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ഏതൊരു സ്ഥാപനം നമ്മളെടുത്താലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തികളിൽ ഏറ്റവും മികച്ച ജോലിക്കാരൻ അല്ലെങ്കിൽ വേലക്കാരനെ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ 1-2 പേരോ മാത്രമേ കാണത്തുള്ളൂ. വേല ചെയ്യാൻ അനേകർ കാണും, പക്ഷെങ്കിൽ നല്ലവരെന്ന് തിരഞ്ഞെടുക്കുവാൻ ചുരുക്കം ചിലർ മാത്രമേ കാണുകയുള്ളൂ. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നാം ഒരുപക്ഷെ സ്വർഗത്തിൽ ചെന്ന് ദൈവത്തിനോടൊപ്പം അവനായിരിക്കുന്ന ഇടത്ത് സന്തോഷിപ്പാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ദൈവത്തിന് പറയുവാൻ സാധിക്കുമോ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ എൻ്റെ വചനം ശ്രവിച്ച് നീ എൻ്റെ വഴി പിന്തുടരുവാൻ നിന്നെ ഞാൻ തിരഞ്ഞെടുത്തതുകൊണ്ട് നീ ഇവിടെ എന്നോടൊപ്പം ആയിരിക്കുന്നു എന്ന് ദൈവത്തിന് നമ്മെ ഓർത്ത് പ്രശംസിപ്പാൻ സാധിക്കുമോ എന്ന് ഇന്ന് നാം ഓരോരുത്തരും നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഹല്ലേലൂയ. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 40 മുതലുള്ള വാക്യം നാം പഠിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത് മാർത്തയും തൻ്റെ പ്രിയ സഹോദരി മറിയയുമായിരുന്നു. അതെ, ലാസറിൻ്റെ സഹോദരിമാർ തന്നെയായിരുന്നു ഇവർ. കർത്താവിനെ സ്നേഹിച്ച് കർത്താവിനെ പ്രിയം വെച്ചവർ. എന്നാൽ 42-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതാരും അവളോട് അപഹരിക്കുകയും ഇല്ല എന്ന്. മറിയ കർത്താവായ യേശുക്രിസ്തുവിനെ ശുശ്രൂഷിപ്പാനും തൻ്റെ പാദപീഠത്തിലിരുന്ന് കർത്താവിൻ്റെ ദിവ്യവചനം ശ്രവിക്കുവാനും തിരഞ്ഞെടുത്തു. എന്നാൽ മാർത്തയോ അപ്രകാരമല്ലായിരുന്നു. സാധാരണ പെണ്ണുങ്ങളെപ്പോലെ ഒരു ഭവനത്തിൽ അതിഥികളൊക്കെ വരുമ്പോൾ സ്ത്രീകൾ അടുക്കളയിൽ അവർക്കുള്ള ഇഷ്ടാനുസരണമുള്ള ഭോജനം ക്രമീകരിക്കാനും പാചകം ചെയ്യാനും പാനീയങ്ങളൊക്കെ നൽകാനുമുള്ള തിരക്കിലായിരിക്കും. അതുപോലെ തന്നെയായിരുന്നു മാർത്തയും. എന്നാൽ മറിയ തിരഞ്ഞെടുത്തത് കർത്താവായ യേശുക്രിസ്തുവിനെയായിരുന്നു. അതിൽ നിന്ന് അവളെ വിലക്കുവാനോ ആർക്കും സാധിച്ചുമില്ല. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ഇന്ന് നിങ്ങളെ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയാണെങ്കിൽ, ഇന്ന് നിങ്ങൾ അവനെ നിങ്ങളുടെ രക്ഷിതാവായി തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ, നിങ്ങൾ അതിൽ നിന്ന് അപഹരിക്കുവാനോ നിങ്ങളെ മാറ്റുവാനോ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും
സാധിക്കുന്നതല്ല എന്ന് ഇന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. വിശുദ്ധ വേദപുസ്തകം നാം തുടർന്ന് പഠിക്കുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ സക്കായി എന്നുള്ള ഒരു ധനവാനായ മനുഷ്യൻ്റെ കഥ, നടന്നൊരു കഥ കർത്താവായ യേശുക്രിസ്തു വിശേഷിപ്പിക്കുന്നുണ്ട്. അവിടെ കാണുവാൻ സാധിക്കുന്നത് സക്കായി ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായിരുന്നു. ഒരു ദിവസം കർത്താവായ യേശുക്രിസ്തു പാതയോരങ്ങളിൽ കൂടി കടന്നു വരുന്നു എന്നുള്ളൊരു വാർത്ത സക്കായി അറിഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവിനെ ഒന്ന് കണ്ടു കളയാം എന്നൊന്ന് ആഗ്രഹിച്ച്, ആഗ്രഹത്തിൽ തെറ്റൊന്നുമില്ല. എന്നാൽ കർത്താവ് കടന്നു പോകുന്ന വഴികളിലെല്ലാം അവനെ പിന്തുടരുവാൻ ഒരു വലിയ ജനസമൂഹം, ഒരു പുരുഷാരം തന്നെ ഉണ്ടായിരുന്നു. ഇവിടെയും അപ്രകാരം തന്നെയായിരുന്നു. സക്കായി ആള് അല്പം വളർച്ചയിൽ കുറിയവൻ ആകൊണ്ട്, അഥവാ പൊക്കം കുറഞ്ഞവൻ ആയിരുന്നതുകൊണ്ട് പുരുഷാരത്തിൻ്റെ നടുവിൽ ഉള്ള കർത്താവായ യേശുക്രിസ്തുവിനെ അവന് കാണുവാൻ സാധിക്കത്തില്ലായിരുന്നു. ദൈവവചനം പറയുന്നത് 4-ാമത്തെ വാക്യത്തിൽ, അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിമേൽ കയറി. കർത്താവായ യേശുക്രിസ്തു ആ വഴി വരികയായിരുന്നു. സക്കായി കർത്താവായ യേശുക്രിസ്തുവിനെ കാണേണ്ടതിന് ബന്ധപ്പെട്ട് പ്രയാസപ്പെട്ട് ഒരു അത്തിമരത്തിന്മേൽ കയറി. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നിൻ്റെ യേശുവിനെ കാണുവാൻ നീ പ്രയാസപ്പെടാറുണ്ടോ? നിൻ്റെ യേശുക്രിസ്തുവിനെ തിരഞ്ഞെടുക്കുവാൻ നീ ബന്ധപ്പെടാറുണ്ടോ? അതുപോലെ നീ ബന്ധപ്പെടുകയാണെങ്കിൽ, നീ പരിശ്രമിക്കുകയാണെങ്കിൽ നിൻ്റെ പരിശ്രമം പാഴായി പോവുകയില്ല. വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ആ വഴിയിൽ ആ സ്ഥലത്ത് എത്തിയപ്പോൾ അവൻ മേലോട്ട് നോക്കി. ദൈവവചനം പറയുന്നത്, കർത്താവായ യേശുക്രിസ്തു 5-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, സക്കായിയേ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. ആ വാർത്ത കേട്ടാറേ ദൈവവചനം എന്താണ് പറയുന്നത്? സക്കായി അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടുകൂടി കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടു എന്നാണ്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, കർത്താവായ യേശുക്രിസ്തുവിനെ നാം ഒരു നോക്ക് കാണുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ, നമ്മുടെ രക്ഷിതാവായി സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ, അവൻ നമ്മെ തേടി തിരഞ്ഞെടുത്ത് നമ്മുടെ ഭവനത്തിൽ പാർക്കേണ്ടതിന് നമ്മോടൊപ്പം കടന്നു വരുമെന്നാണ്. തുടർന്ന് നാം പഠിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു അവൻ്റെ ഭവനത്തിൽ ചെന്ന് അവനോടൊപ്പം പാർത്തു. സഖായിക്കുണ്ടായ ആ സന്തോഷത്തെ നമുക്കൊന്ന് വർണ്ണിക്കുവാൻ സാധിക്കുമോ? എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, കർത്താവ് നമ്മുടെ ഭവനത്തിൽ കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം എന്തായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാൻ ഉള്ളതേ ഉള്ളൂ. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചും ഇരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. എൻ്റെ ദൈവം എന്നെയും നിങ്ങളെയും നമ്മുടെ ജനനം മുൻപേ നമ്മെ അവൻ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ആ ദൈവത്തെ
നാം തിരഞ്ഞെടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. മത്തായിയുടെ സുവിശേഷം 19 അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ, അതായത് 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ നമുക്ക് മറ്റൊരുത്തൻ കർത്താവായ യേശു ക്രിസ്തുവിനെ കടന്നു വന്നത് കാണുവാൻ സാധിക്കും. ഒരുവൻ, ധനവാനായ ഒരുവൻ അവിടെ കടന്നു വന്ന് കർത്താവിനോട് ചോദിക്കുകയാണ്, ഗുരു, നിത്യജീവൻ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണമെന്ന് കർത്താവിനോട് ചോദിക്കുകയാണ്. ഉടനെ യേശു ക്രിസ്തു അവനോട് പറയുന്നത്, നല്ലവൻ ഒരുത്തനേ ഉള്ളൂ, ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കുക എന്ന് അവനോട് പറഞ്ഞു. സാക്ഷാൽ ശരി തന്നെയാണ്. നീ നിത്യജീവൻ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുക. എന്നിട്ട് കൽപ്പനയുടെ ഒരു പ്രമാണം അവിടെ വിവരിക്കുന്നുണ്ട്. 18 വാക്യത്തിൽ, കൽപ്പന ഏവ എന്ന് അവൻ ചോദിച്ചതിന് യേശു, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക എന്നിതൊക്കെയും പറഞ്ഞു. ഉടനെ ഈ യൗവനക്കാരൻ കർത്താവായ യേശു ക്രിസ്തുവിനോട് ചോദിക്കുകയാണ്. 20 വാക്യത്തിൽ, യൗവനക്കാരൻ അവനോട്, ഇവയൊക്കെയും ഞാൻ പ്രമാണിച്ചു പോന്നു, ഇനി കുറവുള്ളത് എന്ത് എന്ന് എന്നോട് പറഞ്ഞു തരണം. ഇതൊക്കെ എൻ്റെ ബാല്യം മുതലേ ഞാൻ പ്രമാണിച്ചു പോരുന്നതാണ്. പക്ഷേ ഇതിൽ കുറവുള്ളത് എന്തെന്ന് കർത്താവേ എന്നോട് അങ്ങ് പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോൾ യേശു ക്രിസ്തു അവനോട് പറയുകയാണ് 21 വാക്യത്തിൽ, സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അതിന് മുൻപ് പറയുന്നത്, ഇനി കുറവുള്ളത് എന്ത് എന്ന് ഒന്ന് നീ അറിയുക. വൺ തിങ് ദൗ ലാക്കസ്റ്റ്. നിനക്കൊരു കുറവുണ്ട്, നീ പോയി നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, അവന് ധാരാളം പണം ഉണ്ടായിരുന്നത് കൊണ്ട് വാടിയ മുഖത്തോടുകൂടി, കരിഞ്ഞ മുഖത്തോടുകൂടി, പ്രയാസത്തോടുകൂടി, നിരാശയോടുകൂടി അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പോയതായിട്ടാണ് ദൈവവചനം പറയുന്നത്. കർത്താവ് പറയുന്നത്, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസം എന്ന് തന്നെ ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നാണ്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ, കർത്താവിനെ അനുഗമിക്കുവാൻ, കർത്താവിനെ സ്വീകരിക്കാനുള്ള ഒരു മാർഗം കർത്താവായ യേശു ക്രിസ്തു അവനോട് പറഞ്ഞപ്പോൾ അവൻ ആ മാർഗത്തിൽ കൂടി പോകുവാൻ, ആ വഴി പിന്തുടരുവാൻ അവന് പ്രയാസമായിരുന്നു. അവൻ്റെ തിരഞ്ഞെടുപ്പ് ലൗകിക മോഹങ്ങളായിരുന്നു, ഈ ഭൂമിയിലെ താൽക്കാലിക നന്മകളായിരുന്നു. നിത്യരാജ്യം അവന് വിദൂരം. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, സക്കായിയെ പോലെയുള്ള ഒരു തിരഞ്ഞെടുപ്പാണോ നമുക്ക്, അതോ ധനവാനായ ഈ യൗവനക്കാരനെ പോലെയാണോ? ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നാം ഓരോരുത്തരും നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, എൻ്റെ തിരഞ്ഞെടുപ്പ് സക്കായിയെ പോലെയാണോ, അതോ എൻ്റെ തിരഞ്ഞെടുപ്പ് ഈ യൗവനക്കാരനെ പോലെയാണോ എന്ന്. വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ പഴയ നിയമത്തിൽ യോശുവയുടെ പുസ്തകം 24 അധ്യായം പഠിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ പിറുപിറുത്ത സന്ദർഭങ്ങൾ, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയായിരുന്നുവെങ്കിലും ദൈവത്തെ അനുസരിക്കാതെ ബിംബങ്ങളെ സേവിച്ച്, അന്യദൈവങ്ങളെ സേവിച്ച് പോന്ന ഒരു ജനസമൂഹം. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, അവരെ നയിപ്പാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട യോശുവ അവരോട് അനേക പ്രാവശ്യം നിങ്ങൾ മനം തിരിഞ്ഞ് യഹോവയെങ്കിലേക്ക് മടങ്ങി വരിക എന്ന് ആഹ്വാനം ചെയ്തു. എന്നാൽ ഇസ്രായേൽ മക്കൾ അവരുടെ ഹൃദയത്തെ കാഠിന്യം ചെയ്തെന്ന് മാത്രമേ ഉള്ളായിരുന്നു. അവർ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്നില്ല. ഉടനെ യോശുവ എന്താണ് പറയുന്നത്? അതിൻ്റെ
15-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, യോശുവ 24:15, യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നദിക്കര വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ അമോര്യക്കാരുടെ ദേവന്മാരെയോ ആരെ സേവിക്കും എന്ന് ഇന്ന് നിങ്ങൾ തിരഞ്ഞെടുത്തു കൊള്ളുവീൻ. യഹോവയെ സേവിക്കുന്നത് നിങ്ങൾക്ക് നല്ലതല്ല എങ്കിൽ നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ചു പോന്നിരുന്ന ദേവന്മാരെയോ ദേശത്തിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരുടെ വേണമെങ്കിലും നിങ്ങൾ സേവിച്ചു പോരുവീൻ, നിങ്ങൾ നമസ്കരിപ്പീൻ. പക്ഷെ എന്നെ അതിന് കിട്ടത്തില്ല. യോശുവ എന്താണ് പറയുന്നത്? ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. As for me, I and my family, we will serve the Lord our God. നമുക്ക് എത്ര പേർക്ക് അങ്ങനെ പറയുവാൻ സാധിക്കും? എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, കുടുംബമായിട്ട് നമ്മൾ എത്ര പേർ ദൈവത്തെ സേവിക്കുന്നുണ്ട്? എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ഓരോ വീട്ടുകാരുമേ, നിങ്ങളുടെ ഭവനത്തിൽ കുടുംബ പ്രാർത്ഥനയുണ്ടോ എന്ന് ഇന്ന് നിങ്ങൾ ആലോചിക്കണം. അഥവാ നിങ്ങൾ തുടങ്ങിയിട്ടില്ലെങ്കിൽ കുടുംബത്തോടിരുന്ന് മാതാവും പിതാവും പ്രിയ മക്കളോടൊപ്പം ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്നത് എത്ര മനോഹരം, എത്ര നല്ലതായിരിക്കും. നമുക്ക് യോശുവയെ പോലെ പറയാൻ സാധിക്കും, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. കാൽവറിയിലേക്കുള്ള നമ്മുടെ തീർത്ഥയാത്രയിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, യഹോവയായ ദൈവത്തെ സേവിക്കുവാൻ, യഹോവയായ ദൈവത്തെ മാത്രം സേവിക്കുവാൻ നാം നമ്മെ തന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടോ? നമ്മുടെ തിരഞ്ഞെടുപ്പ് എവിടെയാണ്? നമ്മുടെ തിരഞ്ഞെടുപ്പ് നിത്യരാജ്യത്തിന് അവകാശമാകുവാനാണോ, അതോ നിത്യനാശത്തിന് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാനാണോ നാം ചിന്തിക്കേണ്ടതുണ്ട്. കാൽവറിയിലേക്കുള്ള നമ്മുടെ തീർത്ഥയാത്ര യാഥാർത്ഥ്യമാക്കണമെങ്കിൽ, പൂർണ്ണതയിലെത്തണമെങ്കിൽ, എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ തിരഞ്ഞെടുപ്പ് സഖായിയെ പോലെ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ഉള്ളത് ഒന്നായിരിക്കണം. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുടുംബസഹിതം നാം സ്വീകരിക്കുകയാണെങ്കിൽ, സേവിക്കുകയാണെങ്കിൽ, അവൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും മേഘങ്ങളിൽ ഇറങ്ങി വരുമ്പോൾ നാം ജീവിച്ചിരിക്കുകയാണെങ്കിൽ അവനോടൊപ്പം ആയിത്തീരുവാൻ ദൈവം സഹായിക്കും. അഥവാ മരിച്ചു പോയെങ്കിൽ ഉയർത്തെഴുന്നേറ്റ് അവനോടൊപ്പം ആയിത്തീരുവാൻ ദൈവം സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, പലപ്പോഴും ഇസ്രായേൽ മക്കളെ പോലെ കർത്താവിൻ്റെ പാത വിട്ട് ഞങ്ങൾ താന്താൻ്റെ വഴി പോയിട്ടുണ്ട്. കർത്താവേ, ദൈവമേ, ഞങ്ങൾ അങ്ങയെ തിരഞ്ഞെടുക്കുവാനും അങ്ങയെ മാത്രം സേവിക്കുവാനും അങ്ങയിലൂടെ മാത്രം പ്രയാണം ചെയ്യുവാനും അടിയങ്ങളെ പ്രാപ്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സക്കായിയുടെ ഭവനത്തിൽ അവിടുന്ന് കടന്നു വന്നതുപോലെ അടിയങ്ങളുടെ ഭവനത്തിലും അവിടുന്ന് കടന്നു വരണം. അടിയങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തെ ധന്യമാക്കണമെന്ന് യേശു ക്രിസ്തു മുഖേന അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കുമാറാണമേ.